റേബീസ് അണുബാധ ബാധിച്ച ഒരു മനുഷ്യന്റെ രംഗം നിങ്ങൾക്ക് കാണാം. തുടക്കത്തിലുള്ള ലക്ഷണാണ്. തുടക്കത്തിലെ ലക്ഷണ ദിവസങ്ങൾ കഴിഞ്ഞാൽ കൂടും. ആ മനുഷ്യൻ അവനൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ ഈ വെള്ളം അകത്താക്കാൻ പ്രാരംഭ ലക്ഷണമാണ്. ഒരുപാട് ഭീകരതയിലേക്കൊന്നും പോയിട്ടില്ല. ആ വെള്ളം ഒന്ന് കുടിക്കാൻ വേണ്ടി ആ മനുഷ്യന് പെടുന്ന പാട്. വിയറ്റ്നാമിലെ ഒരു പേവിഷബാധയേറ്റ ആളുകളെ പാർപ്പിക്കുന്ന സെല്ലിൽ കിടക്കുന്ന ഒരു മേസ്ലി പണിക്കാരൻ, 48 വയസ്സുകാരൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷൻസ് ആൻഡ് ട്രോപ്പിക്കൽ ഡിസീസസ് വിയറ്റ്നാം 2007 ജൂൺ 28 എടുത്ത വീഡിയോ കണ്ടോ? 48 വയസ്സുള്ള മേസ്ലി പണിക്കാരൻ റേബീസ് അണുബാധ സംശയിക്കുന്നു. അടക്കാൻ പറ്റാതെ വാ തുറക്കാൻ പറ്റുന്നില്ല, ഒരു കണക്കിന് വായിലാക്കി. എന്നിട്ട് ഏതാണ്ട് ഒരു 50 കിലോ വരുന്ന വെയിറ്റ് അടിച്ച് നിലത്തേക്ക് ഇരുത്തുന്ന ബലം കൊടുത്തുകൊണ്ടാണ് അതൊന്ന് ഇറക്കാൻ ശ്രമിക്കുന്നത്. ഇറങ്ങുന്നില്ല. ഇറങ്ങൂല എന്ന് കണ്ടപ്പോ തുപ്പിക്കൊള്ളാൻ പറഞ്ഞ് പാത്രം വെച്ച് കൊടുക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട സാധനം വായിലോട്ടാക്കിയത് തുപ്പാനോ എന്നുള്ള മട്ടിൽ അല്ലെങ്കിൽ തട്ടിക്കളയുന്ന രംഗം നിങ്ങൾക്ക് കാണാം. അതങ്ങനെ കഷ്ടപ്പെട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ നിർവൃതി കണ്ടോ? മണിക്കൂറുകൾ കഴിയുന്തോറും സംഭവം വഷളായിക്കൊണ്ടിരിക്കും. പിന്നെ സെല്ലിൽ കിടന്ന് ഭ്രാന്തമായ ആവേശങ്ങൾ കാണിക്കും. എന്തിനേറെ പറയുന്നു, ഇരുമ്പിന്റെ കമ്പി പോലും വളച്ചെടുക്കുന്ന ശക്തി ഇവൻ പ്രയോഗിക്കും. കഷ്ടപ്പെട്ടുള്ള മരണമാണ് ദേപ്പട്ടി വിഷബാധയായിട്ടുള്ള മരണം. ആ മരണത്തെ തൊട്ട്, അത്തരം അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മയും അഹ്ലുകാരെയും വരും തലമുറകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്രത്തോളം ഭീകരം. ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്താ? ദാഹിച്ചു മരിക്കും എന്ന ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ ഭൗതിക ലോകത്തെ ഈ ഉദാഹരണത്തെ നാം തീർച്ചയായും ഉൾക്കൊള്ളണം. ദാഹം എന്താണെന്ന് മനസ്സിലാക്കണം. കടലുകളിലെ വെള്ളം കുടിച്ചാലും പറ്റാത്ത ദാഹം എന്ന് പറയുമ്പോൾ സാഹിത്യ ഭാഷയിൽ തള്ളിക്കളഞ്ഞാൽ പോരാ. വെറുതെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ കഷ്ടപ്പെടുന്നവന്റെ ദാഹം നാം മനസ്സിലാക്കണം. ഇതൊരവസ്ഥയാണ്. കഴിഞ്ഞില്ല. ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാലുള്ള 3 ശിക്ഷ. ഖബർ നിങ്ങൾ നേരത്തെ കണ്ടു. ഈ ഖബറിലേക്ക് നിസ്കരിക്കാത്തവനെ അങ്ങ് വെച്ചു കഴിഞ്ഞാൽ ഖബർ 2 വശത്തു നിന്നും അവനെ ഒരു ഇറുക്കലുണ്ട്, ഒറ്റ പിടുത്തമുണ്ട്. വാരിയല്ലുകൾ കോർക്കപ്പെടുന്ന കോലത്തിൽ അവൻ കിടന്നു പോകുന്ന അവസ്ഥ. ഏതൊരു മനുഷ്യൻ ഖബറിലേക്ക് വന്നാലും ഖബർ ഒരു പിടുത്തമുണ്ട്. എന്നിൽ നിന്നുണ്ടായതല്ലേ, നീ എന്നിലേക്ക് തന്നെ വാമോനെ എന്ന് പറഞ്ഞൊരു സ്നേഹപ്രകടനം. ആ സ്നേഹപ്രകടനത്തിന് അപ്പുറത്തേക്ക് ഒരൊറ്റ ഞെക്കലാണ്. ഇറക്കിയിട്ട് വാരിയലുകൾ കോർത്ത അവസ്ഥയിൽ അവനെ കിടത്തിക്കളയുന്ന അവസ്ഥ. നിസ്കരിക്കാത്തവൻ ഖബറിലേക്ക് വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ദേഷ്യത്തോടെ ഖബർ അവനെ എടുക്കുന്ന രംഗത്തെപ്പറ്റി കാരുണ്യത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലാക്കണം. 2, ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിടം മുഴുവനും തീ കൊണ്ട് നിറയ്ക്കപ്പെടും. ഖബറിടം മുഴുവനും തീ കൊണ്ട് നിറയ്ക്കപ്പെടും. ആ തീയിന്റെ പ്രത്യേകത എന്താ? കിടന്നുറങ്ങുമ്പോൾ രാജവെമ്പാല കൊത്താൻ ഓടിച്ചിരുന്ന രംഗം നിങ്ങൾ സ്വപ്നത്തിൽ കാണുക. എന്തൊക്കെ മാറ്റം ശരീരത്തിലുണ്ടാകും? നിങ്ങൾ ഹൃദയമെടുപ്പ് കൂടും, ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി കൂടും. ഉറങ്ങുകയാണെങ്കിലും കൃഷ്ണമണി വികസിക്കും, തൊണ്ടയിലെ വെള്ളം വറ്റും. എത്ര തണുപ്പത്ത് കിടന്നുറങ്ങിയാലും നിങ്ങൾ വിയർക്കാൻ തുടങ്ങും. സ്വപ്നത്തിന്റെ കാഠിന്യമാണത്. അഥവാ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്ന അതേ സാഹചര്യങ്ങൾ കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന അതേ മാറ്റങ്ങൾ
സ്വപ്നം കാണുമ്പോഴും ഉണ്ടാകുന്നു. ആത്മീയ പീഡനം നടക്കുന്ന സ്ഥലമാണ് ഖബർ. ശാരീരിക പീഡനം പിന്നീടാണ്. ആ റൂഹിനെ പീഡിപ്പിക്കുന്ന സ്ഥലമാണത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് പീഡിപ്പിക്കുന്ന സ്ഥലമാ. ഇതൊക്കെ കാണേണ്ട ഒരു സ്ഥലമുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചാൽ ശരിയാവൂല. അതുകൊണ്ടാണല്ലോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേച്ചാൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദ മാ അമാതനി വ ഇലൈഹിൻ നുശൂർ. ഒരു ഉറക്കത്തിൽ, ഒരു മരണമാകുന്ന ഉറക്കത്തിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിച്ച റബ്ബിനാകുന്നു സർവസ്തുതിയും. ഉറക്കം എന്ന് വെച്ചൊരു മരണമല്ലേ? സ്വപ്നം കാണൽ മരണം കഴിഞ്ഞാലുള്ള അനുഭവങ്ങളല്ലേ? എന്നിത്യാദിയുള്ള വിഷയങ്ങൾ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്. ബുദ്ധിപരമായി ചിന്തിക്കാൻ നമുക്ക് പറ്റണം. നിസ്കരിക്കാത്തവന്റെ കബറിലേക്ക് ഒരു പ്രത്യേക ടൈപ്പ് പാമ്പിനെ അപ്പോയിന്റ് ചെയ്യും. ശുജാഉൽ അക്റ എന്നു പേരുള്ള ഭീകരമായിട്ടുള്ള പല രൂപങ്ങളും പല അവസ്ഥകളും നിസ്കരിക്കാത്തവന്റെ കബറിലുണ്ട്. സുബഹി നിസ്കരിക്കാത്തതിന്റെ പേരിൽ ദുഹർ വരെയും, ദുഹർ ഒഴിവാക്കിയതിന്റെ പേരിൽ അസുർ വരെയും, അസുറിന്റെ പേരിൽ മഗ്രിബ് വരെയും, മഗ്രിബിന്റെ പേരിൽ ഇശാ വരെയും, ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയതിന്റെ പേരിൽ പിറ്റേ ദിവസം സുബഹി നിസ്കാരം വരെയും നിന്നെ കൊത്തിക്കൊണ്ടിരിക്കുവാൻ എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാമ്പുവിനെ അനുസ്യൂതം കൊത്തിക്കൊണ്ടിരിക്കും എന്നാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നിസ്കരിക്കാത്തവന് കബറുള്ള അവസ്ഥയാ. ഇത് സ്വപ്നം കണ്ടു നോക്കിയ ഈ സംഭവം. 70 മുഴമുള്ള ഒരു മലയുടെ മുകളിൽ നിലത്തോട്ട് വീണ സ്വപ്നം കണ്ടു നോക്കിയേ. നിലത്ത് മുട്ടി അപ്പൊ തന്നെ ഉമ്മാനെ വിളിക്കും, ചാടി എണീക്കും അല്ലെ? ഒരു 2 കപ്പ് വെള്ളമെങ്കിലും കുടിക്കും. ഓരോ കൊത്തിലും 70 മുഴത്തോളം ഭൂമിയിൽ ആണ്ടുപോകുന്ന കൊത്തുന്ന ഒരു പാമ്പിനെ ഖബറിലേക്ക് നിയോഗിക്കും. ചിന്തിക്കണം. ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ പഴുതാരയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പല സദസ്സിലും കാണിച്ചിട്ടുണ്ട്. ഖബറിന്റെ ഉള്ളിൽ എങ്ങനെ പഴുതാര വരാ? ഒരു സംശയവും വേണ്ട. ഖബറിന്റെ ഉള്ളിൽ പഴുതാര ഉണ്ടാകും, ക്ഷുദ്രജീവികളുണ്ടാവും, പാമ്പുണ്ടാകും, ചിതലുണ്ടാകും, എന്തായാലും ഉറപ്പാണ്. അത് കണ്ടിട്ടുണ്ട്. എങ്കിൽ താങ്കൾ കാണാൻ പോകുന്ന എന്താ? ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ പഴുതാര. അതൊക്കെ നിങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? Giant tropical centipedes share their territories with tarantulas. This 10-inch specimen is no exception. Despite its impressive length, it's a nimble navigator and spends most of its life patrolling the ground for food. Centipedes are among Earth's oldest terrestrial animals. These primeval creatures have existed for about 400 million years, and some can be highly venomous. Like the tarantula, this centipede is a predator. കാണുന്ന സാധനം ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിഷമുള്ള ഒരു ചിലന്തിയാണ്. അതിന്റെ വിഷം കയ്യിൽ വീണ് കഴിഞ്ഞാൽ കൈയുടെ ഭാഗം തുളഞ്ഞു പോകുന്ന ശാസ്ത്രം പറയുന്നത്. അത്ര വിഷമാണ്. ആ വിഷമുള്ള ചിലന്തിയെ അത് പിടിക്കുന്ന രംഗം കണ്ടെങ്കിൽ കബറിന്റെ ഉള്ളിൽ മനുഷ്യന് ഒരു പഴുതാര പിടിക്കുന്ന രംഗം ഓർത്താൽ മതി. ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ നന്നാവൂലേ ഇത് കണ്ടു കഴിഞ്ഞാൽ? ചിന്തിച്ചു നോക്കുക. ഭീകരതകളുള്ളൊരു സ്ഥലമാണ് ഖബർ. ഭീകരമായ പല ദൃശ്യങ്ങളും നമുക്ക് കണ്ടുമുട്ടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കലാണ് ബുദ്ധിമാന്മാർ ചിന്തിക്കേണ്ട വസ്തുത. ഇന്നിത്യാദിയുള്ള വിഷയങ്ങളിലൂടെ നിസ്കരിക്കാത്തവൻ കടന്നുപോകുമെങ്കിൽ ഏറ്റവും അവസാനമായി റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി നേരിട്ട് കാണുന്ന അവസരം 3 ശിക്ഷ. 1, അല്ലാഹു സുബ്ഹാനഹു വ തആല അതികഠിനമായി അവനെ ഹിസാബ് ചെയ്യും, ക്രോസ് ചെയ്യും. അതികഠിനമായ ഒരു ക്രോസിംഗ് അവിടെ നടക്കുകയാണ്. 2, അതികഠിനമായി ദേഷ്യത്തോടെ അള്ളാഹു അവനെ ഒരു നോട്ടം നോക്കും. ആ നോട്ടത്തിൽ അവന്റെ മുഖത്തെ മാംസം മുഴുവനും അടർന്നു വീഴും. നിസ്കരിക്കാത്തവന്റെ സ്പെഷ്യൽ നോട്ടം. 3, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി കഠിനമായി മലക്കുകളോട് ആജ്ഞാപിക്കും, അവനെ തൂക്കിയെടുത്ത് നരകത്തിലേക്ക് എറിയൂ എന്നങ്ങ് പറയും. തൂക്കിയെടുത്ത് നരകത്തിലേക്ക് ഒറ്റ എറിയാൻ പറയും. നിസ്കരിക്കാത്തവനാണെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യമില്ല. ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്ന രംഗം ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റിയ സമയമാണ്. കണ്ടോ, സുബഹി നിസ്കരിക്കാത്തവന്റെ മുഖത്തിന്റെ പ്രകാശത്തെ അള്ളാഹു എടുത്തുകളയും. ദുഹർ നിസ്കരിക്കാത്തവന്റെ സമ്പത്തിന്റെ ബറക്കത്തിനെ അള്ളാഹു എടുത്തുകളയും. അസർ നിസ്കരിക്കാത്തവന്റെ ശരീരത്തിന്റെ ആഫിയത്തിനെ അള്ളാഹു എടുത്തുകളയും. മഗ്രിബ് നിസ്കരിക്കാത്തവന്റെ മക്കൾ അവന് ഗുണം ചെയ്യില്ല. ഇശാ നിസ്കരിക്കാത്തവന്റെ ഉറക്കത്തിന്റെ സമാധാനത്തെ അള്ളാഹു എടുത്തുകളയും. 5 വഖത്ത് നിസ്കാരം മുടക്കിയാൽ ഇതിലേതെങ്കിലും മുടക്കുന്നതനുസരിച്ച് അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ കേട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ബാധ്യതയായി പോയി. ഇത്രയും ശിക്ഷകൾ മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി നിസ്കാരം നിലനിർത്തൽ ബാധ്യതയാണ്. ഒരൊറ്റ വഖത്ത് നിസ്കാരം നാം ഖളാക്കാൻ പാടില്ല. ഈ വിനീതൻ എന്റെ നഫ്സിനോടും